ദാണ്ട ഈ ഒറ്റ സാധനം കഴിച്ചാൽ മതി നിങ്ങളുടെ യുവത്വം നിലനിർത്താൻ പറ്റും. സത്യമാണോ ശ്രുതി? തീർച്ചയായിട്ടും. ഓക്കെ, യുവത്വം നിലനിർത്താൻ പറ്റും. അതെ അതെ. ഇത് നമ്മൾ പണ്ടോട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ലേഹ്യമാണ്. അമ്മയാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. അതിപ്പോ നമ്മുടെ ഇതിലേക്ക് പോകുന്നു സംഭവം. ഈ ലേഹ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഫുൾ ആയിട്ടാണ്. അതായത് ഹെയർ, സ്കിന്ന്. ഈ ലേഹ്യം കഴിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റും അത് തന്നെയാണ്. നമ്മുടെ ഹെയർ, സ്കിൻ, ഓവറോൾ നമ്മുടെ ബോഡിക്ക് നല്ല ഹെൽത്ത് കിട്ടാൻ നല്ലതാണ്. അതുപോലെ ഇതിൽ നമ്മൾ വരുന്നത് മുസ്ലി, പിന്നെ അതുപോലെ ഞെരിഞ്ഞിൽ വരുന്നുണ്ട്, ഈന്തപ്പഴം, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വരുന്നുണ്ട്, പാൽ, മുതുക്കിൻ കിഴങ്ങ്. അതൊക്കെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. നമ്മുടെ അടുത്ത് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു സാർ സ്ഥിരമായിട്ട് അത് വാങ്ങിക്കുന്നതാ. പുള്ളി 8-9 ബോട്ടിൽ ഒരുമിച്ച് മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. പലർക്കും സജസ്റ്റ് ചെയ്യാറുണ്ട് പുള്ളി ഇത്. ശരീരത്തിലെ എന്ത് പ്രശ്നവും പരിഹരിക്കാൻ പറ്റുന്ന ഏകദേശം 100 വർഷത്തിനു മേൽ പഴക്കമുള്ള അത്യപൂർവമായ അത്ഭുത മരുന്നുകൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഈ സ്ഥലം വരുന്നത് തൃപ്പൂണിത്തറയ്ക്കടുത്ത് വെണ്ടനാടാണ്. എൻ്റെ മകന് ഒരു ആക്സിഡന്റ് വന്നിട്ട് ലിഗ്മെന്റ് പ്രശ്നമായിട്ട് സർജറി കഴിഞ്ഞാണ്. സർജറി കഴിഞ്ഞ പിന്നെ നീരും ഇതൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനത് ഞാനത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ അവനിക്ക് നല്ല റിസൾട്ട് കിട്ടി. നീ ഈ ഇലയൊക്കെ പിടിച്ചോണ്ടിരിക്കണ്ട. ഈ ഒടിഞ്ഞ എല്ലുകൾ വരെ നേരെ ആക്കുന്ന ഒരു ആയുർവേദ മെഡിസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അവിടെ നിൽക്കുകയാണ്. അപ്പൊ പൊട്ടിയെല്ല്, ഒടിഞ്ഞെല്ല്, തേയ്മാനം സംഭവിക്കുന്ന എല്ലാം ക്ലിയർ ആക്കാൻ പറ്റും. നിഹാരി ഹെർബൽസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് നിൽക്കുന്നത്. ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽ കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ 2 പേരാണ്. ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു മരുന്നാണ്. ഇത്രത്തോളം ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 2 പേരും ഉണ്ട് അല്ലേ? അപ്പം ഇത് നമ്മുടെ ഈ മെഡിസിൻസ് അല്ലേ, നമ്മുടെ ആയുർബല. ഇത് ചങ്ങലമരയാണ്. സാറേ, ഇതിനെ പറ്റിയിട്ടൊന്ന് പറയാം. നമ്മുടെ ഈ മെഡിസിനെ പറ്റിയിട്ടൊന്ന് പറയാം. നമ്മുടെ ചങ്ങലംപരണ്ട തൈലമാണ് ആദ്യം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയത്. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്നത് ആയുർബല എന്ന് പറഞ്ഞ തൈലമാണ്. ആയുർബല തൈലത്തിന് ചങ്ങലംപരണ്ടയും പിന്നെ ഞരമ്പോടല്, ചതുരമുല്ല ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ശ്രുതി അച്ഛനെ വിളിച്ചപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു ഇത് ഉപയോഗിച്ച് റിസൾട്ട് ഒന്നും ഒരുപാട് പേരുണ്ട് കേരളത്തിന്റെ പല ഭാഗത്തും. അത്രയും ഭാഗത്തൊന്നും പോകാൻ പറ്റത്തില്ല അല്ലേ? കുറച്ച് ഭാഗത്ത് പോയിട്ട് അവരുടെ റിവ്യൂ നമുക്ക് കാണിച്ചു കൊടുത്തുകൂടാ? അപ്പൊ അവര് പറയുന്നു, അവര് ഉള്ള സ്ഥലത്ത് തന്നെ നമുക്ക് പോയിട്ട് അതുകൂടെ കാണിച്ചു തരാം. ഈ ചെടി 3നും ഒരുപാട് പ്രത്യേകതകളാണ്. ഇത് ചതുരമുല്ലയാണ്. ചതുരമുല്ലയുടെ ഇല നമ്മൾ എങ്ങനെ മടക്കിയെടുത്താലും അതിലൊരു ഒടിവ് പോലും ഇല്ലാണ്ട് കറക്റ്റ് അത് തിരിച്ച് അതേപോലെ തന്നെ ആവും. അതാണ് ഈ ഇലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തില് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് തിരിച്ച് പഴയ പോലെ തന്നെ റെഡി ആവാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ്. എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള ഒരു ഈ 3 ഇലകളുടെയും ഒരു അതിന്റെ ഘടന പോലെ തന്നെയാണ് ഇത് നമുക്ക് നമ്മുടെ എണ്ണയിൽ തരുന്ന ഗുണങ്ങളും അങ്ങനെ തന്നെയാണ്. ചങ്ങലംപരണ്ട എല്ലുകൾ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, ഞരമ്പോടല് ഞരമ്പിന്റെ ബുദ്ധിമുട്ടുകൾ മാറാൻ, നമ്മുടെ ബോഡിയിൽ ഓവറോൾ ഉള്ള എല്ലാ പെയിൻ മാറാനായിട്ട് ചതുരമുല്ലയും യൂസ് ചെയ്യും. അത് മാത്രമല്ല, ഇതിനോട് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിനോട് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. നമ്മൾ ഇതിന്റെ കൂടെ കോംബോ ആയിട്ട് അകത്തേക്ക് കഴിക്കാനായിട്ട് ലേഹ്യം കൊടുക്കുന്നുണ്ട്. അതൊരു കറക്റ്റ് കോമ്പിനേഷൻ കഴിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും പുറമേ മാത്രം. ഇത് കഴിഞ്ഞിട്ട് ലേഹ്യം മേക്കിംഗ് ഉണ്ടല്ലേ? അത് നമുക്ക് ഇതിനകത്ത് കാണിച്ചു കൊടുത്തു. അപ്പം ലേഹ്യം മേക്കിംഗ് ഉണ്ട്, അത് ഞാൻ കാണിച്ചത്. ഇതെല്ലാം ഇവിടെ തന്നെയാണ് മേക്ക് ചെയ്യുന്നത്. അപ്പം അത് വേറെ പ്രൊഡക്റ്റ് ഇല്ലേ? വേറെ പ്രൊഡക്ട്സും ഉണ്ട്. നമുക്കിപ്പോ മുട്ടിന് തേയ്മാനം ഉള്ളവർക്ക് അതിന്റെ വേദനകൾ മാറ്റാൻ അതൊക്കെ കാണിച്ചു കൊടുത്തല്ല ശ്രുതി. ഇത് 100 വർഷം അല്ല 150 വർഷം പഴക്കമുള്ള നിഹാരിയുടെ ആയുർവേദ ഇവിടെ അല്ലേ നമ്മളെല്ലാം മേക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നാണ് കാണിച്ചു കൊടുത്തല്ലോ. ബാക്കിയല്ലേ ഇവിടെ കയറി വരുമ്പോൾ കണ്ട കുറെ മരുന്നുകളല്ലേ ഇരിക്കുന്നത്. ഇതെല്ലാം മരുന്നുകളാണ്. ഓരോരോ മരുന്നുകൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല മണമാണ്, ഒരു ആയുർവേദ ഫീല് കിട്ടുന്നുണ്ട്. ഇപ്പം പഴയ ഒരു തറവാടാണ്. ഒത്തിരി സാധനങ്ങളുണ്ട്, ഒത്തിരി പ്രൊഡക്റ്റ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? തറവാടിനകത്താണ് ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട്, ഒത്തിരി പ്രൊഡക്ട്സ് വെച്ചിട്ടുണ്ട് അല്ലേ? ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പം ഇതാണ് നമ്മുടെ ഇപ്പൊ പറഞ്ഞ ആയുർബല തൈലം. ആയുർബല തൈലം ഉണ്ട്. അത് മാത്രമല്ല ഒത്തിരി പ്യൂർ ആയുർവേദിക് ആയിട്ടുള്ള ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ പെയിൻ റിലീഫ് പ്രൊഡക്ട്സ് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് ഫേസ് റിലേറ്റഡ് ഐറ്റംസ് ആണ്. ഓക്കെ, ഇതിൽ ഫെയർനെസ് ഓയിലും ഫേസ് പാക്ക് പൗഡറും ആണ് പിന്നെ വരുന്നത് നമ്മുടെ ബെസ്റ്റ് സെല്ലേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഹെയറിന്റെ കേശസഖി എന്ന് പറയുന്നത് എണ്ണ മുടി ഒഴിച്ചിൽ നന്നായിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ ഫേസ് എല്ലാവർക്കും ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ. പിഗ്മെന്റേഷൻ എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. പിഗ്മെന്റേഷൻ മാറാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റില്ല, ഈ ഹോർമോണൽ ചേഞ്ച് കൊണ്ടാണ്. പക്ഷെ ഒരു പരിധി വരെ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും, ഗ്യാരണ്ടിയാണ്. നമ്മളിത് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ തന്നെ ഒത്തിരി പേര് മരുന്ന് മേടിക്കാൻ വരുന്നുണ്ട്. ഹായ്, എന്താ പേര്? എൻ്റെ പേര് അജ്മൽ. എന്താ മരുന്ന് ഇവിടുന്ന് മേടിക്കാൻ വേണ്ടി? ഞാനിവിടെ വാങ്ങിക്കാറുള്ളതാ. എനിക്ക് മുട്ടുകാലം രണ്ടും വേദനയായിരുന്നു. അപ്പോൾ നമസ്കരിക്കാനൊക്കെ എനിക്ക് പ്രയാസമായിരുന്നു. ഞാൻ ഇരുന്നുകൊണ്ട് നമസ്കരിച്ചുകൊണ്ടെന്ന് ചെയ്യും. അപ്പൊ ഇപ്പൊ ഇത് പറ്റിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പൊ പിന്നെ സുഖമായിട്ട് ഞാൻ നിന്ന് നമസ്കരിക്കാൻ തുടങ്ങി. ഉപകാരപ്രദമാവും. എൻ്റെ മകന് തന്നെ ഒരു ആക്സിഡന്റ് വന്നിട്ട് ലിഗ്മെന്റ് പ്രശ്നമായിട്ട് സർജറി കഴിഞ്ഞാണ്. സർജറി കഴിഞ്ഞ പിന്നെ നീരും ഇതൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ അവനിക്ക് നല്ല റിസൾട്ട്. ഈ തൈലവും ബാമും ഉപയോഗിച്ച് റിസൾട്ട് വന്ന ഒരാളാണ് ചേട്ടാ അല്ലേ? ഷായി ചേട്ടൻ. അതെ. ചേട്ടൻ എവിടെ താമസിക്കുന്നത്? ഞാൻ നെട്ടൂർ സ്വദേശിയാണ്. ഓക്കെ. ആർട്ടിസ്റ്റാണ്, പരസ്യകലാ ജോലികൾ ചെയ്യുന്ന ആളാണ്. എനിക്ക് ഹാർഡ് വർക്കാണ്. 2 വർഷം മുമ്പ് ഇവിടെ വേദന വന്നു. സാധാരണ തലനീരിറക്കം എന്നുള്ള ധാരണയിലാണ് നമ്മൾ കരുതിയത്. പക്ഷേ
തുടർച്ചയായിട്ട് വേദന വന്നു കഴിഞ്ഞപ്പോൾ എക്സ്റേ സ്കാൻ ചെയ്തപ്പോഴത്തേക്കാണ് ഇവിടുത്തെ കശേരുക്കൾക്ക് തേയ്മാനമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിക്കണമല്ലോ എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു. ഞാൻ യൂട്യൂബിൽ ഒരിക്കൽ ഇത് കണ്ടു. മാത്രമല്ല ഇത് പരമ്പരാഗതമായിട്ട് നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന ഒരു തൈലമാണല്ലോ. അങ്ങനെയാണ് ഞാൻ നിഹാരിയുടെ ഈ തൈലം വാങ്ങിച്ച് പുരട്ടി. എനിക്കിപ്പോൾ വളരെ ഭേദമുണ്ട്. ഞാൻ നിൽക്കുന്നത് പള്ളുരുത്തിയിലാണ്. ഈ ഉമ്മ ഉണ്ടോ? ഈ ഉമ്മ ഒത്തിരി നാളുണ്ട് ഈ ചങ്ങലമ്പരൻ്റെ തൈലം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഉമ്മ? ചങ്ങലമ്പരൻ്റെ തൈലം ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിച്ച് എനിക്ക് നല്ല ആശ്വാസം കിട്ടിയിട്ടുമുണ്ട്. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു കാല്. അപ്പം മകന് കൊണ്ടുവന്ന് ഈ തൈലം തന്നത്. തൈലം പുരട്ടി നല്ല ആശ്വാസമുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർ വാങ്ങിക്കുന്നുണ്ട്. അവരൊക്കെ നല്ല റിസൾട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ കാലിൽ കെട്ടി വെച്ചിരിക്കുന്നത് ഇപ്പൊ ഈ ഇത് കെട്ടാൻ ഇത് കിട്ടിയതിന് ശേഷം ഇത് കെട്ടിവെക്കും. രാത്രി കിടക്കുമ്പോഴും ഇതും ആ നിഹാരിയുടെ തന്നെ ഒരു പ്രൊഡക്റ്റ് അല്ലേ? ഇതൊരു വേദന മാറാൻ ഇത് വേദന മാറാൻ ഇതിന്റെ അകത്ത് മരുന്നുണ്ടെന്ന്. അപ്പൊ ഇത്തിരി തൈലം ഒഴിച്ച് പുരട്ടിയിട്ട് ഇതിനകത്ത് ഇത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല വേദന റഹീം സാറിന്റെ കൂടെയാണ്, കൊച്ചിയിലാണ് അല്ലേ സാറേ? ഞാൻ വിളിച്ചിട്ട് വന്നാണ് സാറേ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന്റെ റിവ്യൂ റിസൾട്ട് എന്താ പറയുക? ഇത് വേദനയ്ക്കുള്ള മരുന്നാണ് നിഹാരി. ഇത് ഞാൻ കുറച്ചു നാളെ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ വേദനയ്ക്ക് നല്ലൊരു ശമനം ഉണ്ട് കേട്ടോ. നല്ലൊരു മരുന്നാണ്. പിന്നെ അതുപോലെ ഈ തരിപ്പ്, മരവിപ്പ് അതിനും വളരെ അത്യുത്തമമാണ്. ഞാൻ കുറച്ച് നാളെ ഉപയോഗിക്കുന്നു. എന്റെ കാല് വേദനയ്ക്കും ഇത് വെട്ടാൻ തുടങ്ങിയത് വളരെ നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ നല്ലതാണ്. ഞാൻ കുറച്ച് നാളെ വീട്ടിലാണ്. എങ്ങനെയുണ്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണ്. എൻ്റെ ശരീരം വേദന, കൈയുടെ വേദന, കാലില് വേദന ഉണ്ട്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ്. പക്ഷെ ഇപ്പം എനിക്ക് നല്ല സുഖമുണ്ട് ഇത് പറ്റിയിട്ട്. നല്ല സംഭവമാണ്. കുറച്ച് ആളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ല സംഭവമാണ്. ഞാൻ ഇപ്പം വേറൊരു വീട്ടിലാണ്. ഇപ്പം ഈ നിഹാരിയുടെ തന്നെ വേറെ ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട് അല്ലേ? അപ്പം കഞ്ഞിക്കൂട്ട് എന്ത് നമ്മൾ ഉപയോഗിച്ച് ഈ കഞ്ഞിക്കൂട്ടാണ്. എങ്ങനെയുണ്ട് അതിനെ പറ്റി പറയാൻ? നല്ലതാണ്. എനിക്ക് ഞാൻ കുറച്ചായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്കത് നല്ല വേദനയ്ക്കൊക്കെ നല്ല കുറവുണ്ട്. നീർക്കെട്ടിന്, നടുവേദനയ്ക്കൊക്കെ നല്ല മാറ്റമുണ്ട്.